ഗൈസ്, ഞാനിന്നൊരു കഥ പറയാം. കഥ നടന്നതാണോ എന്ന് ചോദിച്ചാൽ നടന്നതാണ്. പക്ഷേ കഥയ്ക്കൊരു എൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻഡിങ് ഇല്ല. ഗൈസ്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായില്ല. ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയി ആണ്. 5:30 തൊട്ട് 2:30 വരെയാണ് എൻ്റെ ഷിഫ്റ്റ്. 2:30 വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് മുന്നേ എനിക്ക് കഴിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല വർക്ക് കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊരു പൂച്ച ഭയങ്കരമായിട്ട് വിളിക്കുന്നു. എന്തിനാണെന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് വിളിക്കുന്നു, വിളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയി. അങ്ങനെ ഞാൻ ഈ പൂച്ച മെയിൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുറത്തോട്ട് ഇറങ്ങാനാണ് ഇത് ഇവിടെ നിന്ന് വിളിക്കുന്നത്. മെയിൻ ഡോർ തുറന്നു കൊടുത്തു. പൂച്ച വെളിയിലോട്ട് പോയി. ഞാൻ മെയിൻ ഡോർ അടച്ചു. എന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ നിന്ന് കഴിച്ചു. കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കഴുകിയിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ വന്ന് ഞാൻ എൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടിരിക്കുമായിരുന്നു. ഞാൻ റൂമിൽ വന്നിട്ട് എൻ്റെ ഫോണിൽ ഞാൻ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിൽ ലൈറ്റ് കിടന്നുണ്ട്. സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദം കിട്ടും. ആ ശബ്ദം എന്ന് വെച്ചാൽ ഒരു തൊട്ടി വീഴുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരു തൂക്കുപാത്രം വീഴുന്ന ശബ്ദം. അതും വലിയ ശബ്ദമായിട്ടാണ് എനിക്ക് കേട്ടത്. പക്ഷേ ഞാനിവിടെ മുകളിലായതുകൊണ്ട് തന്നെ അത് താഴെ നടക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സോ ഞാൻ വിചാരിച്ചു വേറൊരു പൂച്ചയും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ പൂച്ച വല്ലതും തട്ടിയിട്ടതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അനുഭവം. പക്ഷേ ഈ സൗണ്ട് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് തന്നെ ഒരു സമാധാനമില്ല. താഴെ അമ്മ അച്ഛനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങി നോക്കിയിട്ട് ഞാൻ ഹോളിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാം തട്ടിമറിച്ചിട്ടുണ്ടോ, പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ തട്ടിമറിച്ചിട്ടുള്ളൂ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അടുക്കളയിൽ ഈ പാത്രത്തിൽ വീഴുന്നത്. അപ്പോൾ അടുക്കളയിൽ വല്ലതും തട്ടിമറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ മെയിൻ ഡോറ് കടന്ന് ഈ ഡൈനിങ് ടേബിളും കടന്നിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ മെയിൻ ഡോറ് കടന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും വേറൊരു വലിയ ശബ്ദം എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ഹൊറർ സിനിമയിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഒരു ശബ്ദമില്ലേ, ഒരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡോർ തുറക്കത്തില്ലേ, ആ ഡോർ തുറക്കുന്നതിൻ്റെ ആ ഒറ്റ സൗണ്ട് മാത്രമേ ഞാൻ കേട്ടത്. അത് വലിയ സൗണ്ടുമായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വയ്യ. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഒന്നും തന്നെ കാണില്ല. അവിടെ ഒന്നും മറിച്ചിട്ടില്ല, ആരും ഒന്നും ചെയ്യാനുമില്ല ഇതിനകത്ത്. പിന്നെ ആ മെയിൻ ഡോറിനകത്ത് തൊട്ടടുത്താണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മെയിൻ ഡോറിന് പുറത്ത് നിന്നിട്ട് ആരെങ്കിലും ചെയ്യാനേ ഇത് നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ചെയ്യാനേ നിവൃത്തിയുള്ളൂ. കാരണം ഈ വീടിനകത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് വന്നതേ ഉള്ളൂ, ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. മെയിൻ ഡോറിന് അടുത്തായതുകൊണ്ട് തന്നെ മെയിൻ ഡോറിന് പുറത്തോ അല്ലെങ്കിൽ മെയിൻ ഡോറിലോ എന്തോ സംഭവിക്കാനേ ഉള്ളൂ.